വന്ദേമാതരമാണ് ഇപ്പോൾ വിവാദവും ചർച്ചയുമായിട്ടുള്ളത്. ഇനിയും സമാനമായ ചർച്ചകൾ, വിവാദങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരം ഘട്ടങ്ങളിൽ മുസ്ലിം സംഘടനകളോട് എന്താണ് നമുക്ക് ചേർത്ത് വെക്കാനുള്ളത്? അല്ല, ഇത് വന്ദേമാതരത്തിൻ്റെ വിഷയം മാത്രമല്ല. ഇന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഒരുപാട് വിഷയങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പൗരത്വ ഭേദഗതി ബില്ല് മുതൽ UCC മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ വഖഫ് നിയമ ഭേദഗതി മുതൽ നമ്മുടെ അടിസ്ഥാനപരമായ വിഷയത്തെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നിയമനിർമ്മാണ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇസ്ലാമോഫോബിക്കായിട്ടുള്ളൊരു പരിസരത്തെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഉണ്ടാക്കിയെടുത്തതിൻ്റെ മറവിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാം വിവാദമാക്കുക. അത് വിവാദമാക്കുന്നതിൻ്റെ പിന്നിൽ ചില ആളുകൾക്ക് അജണ്ട, അത് ചില മീഡിയകൾ ചർച്ച ചെയ്യുക. അവർ 4 പേര് രാത്രി വന്നു കണ്ടൊരു ചർച്ച നടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് ഗവൺമെൻറ് ഓർഡർ ആവുക, അല്ലെങ്കിൽ ഉത്തരവാകുക, അല്ലെങ്കിൽ കോടതി വിധിയായി മാറുക. അങ്ങനെ കാര്യങ്ങളുണ്ട് എന്ത് ചെയ്യുക, അതെല്ലാം വിവാദമാക്കിക്കൊണ്ടിരിക്കുക. ബാങ്ക് വിവാദമാക്കിക്കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ വിശ്വാസങ്ങൾ ഇതാക്കിക്കൊണ്ടിരിക്കുക ഈ വന്ദേമാതരത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും, പ്രതികരിക്കുമ്പോൾ അവരെ പ്രശ്നക്കാരാക്കി ചിത്രീകരിക്കുക. അങ്ങനെ അവർ കുഴപ്പക്കാരാണെന്നുള്ള രൂപത്തിലേക്ക് അത് ഈ ജനോസൈഡിൻ്റെ 10 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ആ 10 ഘട്ടങ്ങൾ ഓരോന്നായി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴൊക്കെ നമ്മളിപ്പോൾ മുസ്ലിം നേതൃത്വങ്ങൾ പൊതുവെ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ വിഷയങ്ങൾ ഇങ്ങനെ പറയാൻ നിന്നാൽ നമ്മളെപ്പോൾ ഒരു പ്രശ്നക്കാരാണ് എന്ന് തോന്നും. അപ്പോൾ നമ്മളത് പറയേണ്ടതില്ല. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാൻ, മിണ്ടാതിരിക്കുക. അപ്പോൾ ഓരോ വിഷയത്തിലും നിലപാട് പറഞ്ഞാലത് പ്രശ്നമാവും. അപ്പോൾ പിന്നെ സൈലൻ്റ് ആവാം. ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്, കാട്ടിലെ രാജാവാണല്ലോ സിംഹം. അപ്പോൾ ഈ സിംഹത്തിനൊരു സംശയം, ആരൊക്കെയോ പറഞ്ഞു എന്ത്, നിങ്ങൾ നല്ല ദുർഗന്ധം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിംഹത്തിനതൊന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ സിംഹം ഇങ്ങനെ കാട്ടിൽ കൂടി നടന്നപ്പോൾ ഒരു കുരങ്ങനെ കണ്ടു. കുരങ്ങനോട് ചോദിച്ചു, എനിക്ക് ദുർഗന്ധമുണ്ടോ ചോദിച്ചു. കുരങ്ങുള്ള സത്യം പറഞ്ഞു, നല്ല ദുർഗന്ധമുണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ സഹിച്ചില്ല. അപ്പോൾ കുരങ്ങനെ ശരിയാക്കി. പിന്നെ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ പിന്നെ കാണുന്നത് ഒരു മാനിനെയാണ്. അപ്പോൾ മാന് കുരങ്ങൻ്റെ ഗതി കണ്ടതാണ്. മാനിനോട് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ മാന് പറഞ്ഞു എന്ത്, ഒരു ദുർഗന്ധമില്ല, ഒരു പ്രശ്നമില്ല, നല്ല സുഗന്ധമാണ് പറഞ്ഞു. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇതിനെ പോത്താക്കാണ്. അപ്പോൾ മാന്യാണ് ശരിയാക്കി. പിന്നെ വീണ്ടും മുന്നോട്ട് നടന്നു. പിന്നെ കാണുന്നത് കുറുക്കനെയാണ്. അപ്പോൾ കുറുക്കൻ ഇവർ മാനിൻ്റെയും പിന്നെ കുരങ്ങൻ്റെയും അനുഭവം കണ്ടതാണ്. അപ്പോൾ കുറുക്കനോട് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എനിക്ക് ജലദോഷമാണ്, എനിക്കൊരു സ്മെല്ല് കിട്ടണില്ല. കുറുക്കൻ രക്ഷപ്പെട്ടു, പക്ഷേ താൽക്കാലിക രക്ഷപ്പെടലാണ്. അവിടെ എന്താ വിഷയം, നിലപാട് എടുത്തവരെ കൈകാര്യം ചെയ്യുന്നു. അപ്പം ഞാൻ നിലപാടെടുക്കാതിരിക്കുക എന്നതാണ് സാമാന്യ തത്വം. അത് ഇന്ന് പറ്റും, നാളെ കുറുക്കനെയും തേടി വരും. ഈ ജലദോഷം ബാധിച്ച കുറുക്കനെയും എന്ത് ചെയ്യും, തേടി വരും. അന്ന് ആരും കൂടെ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മൾ മൂർക്കം പാമ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഞെട്ടുമല്ലോ. അതാ ഒരു പാമ്പ് മൂർഖൻ എന്ന് പറഞ്ഞാലും ഞെട്ടും. അത് കാരണം എന്താ, നമുക്ക് നമ്മളെ അബോധ മനസ്സിലെന്തുണ്ട്, മൂർക്കം പാമ്പ് എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ്, വിഷമുള്ള പാമ്പാണെന്ന് നമ്മൾ പണ്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഒരു മുയൽ എന്ന് പറഞ്ഞാലോ നേരെ തിരിച്ചല്ലേ, നമുക്കൊരു നല്ലൊരു സാധു അല്ലേ. അപ്പോൾ ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ മതമാണ്. ഈ സമാധാനത്തിൻ്റെ മതത്തെ കുറച്ച് കാലമായിട്ട് ആ മുയലിനെ ഒരു മൂർക്കം പാമ്പാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഘട്ടങ്ങളിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ കുഴപ്പക്കാരാണ്, ഇവർ പ്രശ്നക്കാരാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവാസ്തവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഗുജറാത്തിൽ നിന്ന് ഒരു SOP പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഈ പിന്നെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്താൽ, ഞാൻ ആർക്കെങ്കിലും ആ വിഷയം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് കേട്ടാൽ മതി, ആ ചർച്ച കേട്ടാൽ മതി, അതെന്താണ് വിഷയം എന്നുള്ളത്. അപ്പോൾ അതിലുള്ളൊരു ആശയം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ തീവ്രവാദത്തിൻ്റെ ലക്ഷണമാണ്. അതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ താടി വച്ചവൻ, അറബി ഭാഷ സംസാരിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി എഴുത്തിക്കാഫിരിക്കുന്നവർ, ഇവരൊക്കെ എന്താണ്, തീവ്രവാദികളാണെന്നുള്ള രൂപത്തിലാണ് ഒരു ഗവൺമെൻറ് ഇറക്കിയ SOP ആണത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ വരും ഓരോ ദിവസവും. ഇപ്പോൾ ഇവിടുന്ന് ഒരാളെ തള്ളിക്കൊണ്ടുപോവുകയാണെങ്കിൽ ഏത് വരെ അത് എത്തും, ഈ ചുമര് വരെയല്ലേ പോവുള്ളൂ. ചുമര് കഴിഞ്ഞാൽ എടുക്കാൻ പോവുക. അപ്പോൾ ചുമരിൽ മുട്ടുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ ഓരോന്ന് വരുമ്പോഴും ഈ നരേറ്റീവ് ശരിയല്ല, ഇത് വസ്തുതയല്ല എന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഇന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ വാതിൽ ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പക്വതയുടെയും അതുപോലെ തന്നെ വിശാലതയുടെയും സഹിഷ്ണുതയുടെയും ഒക്കെ പേര് പറഞ്ഞ്
നമ്മൾ ജലദോഷം ബാധിച്ചിരുന്നാൽ, നിലപാട് പറയാതിരുന്നാൽ അവസാനം നമ്മളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ഇവിടുത്തെ പൊതുസമൂഹവും തന്നെ അത് പല ആൾക്കാരും എടുക്കുന്ന സ്റ്റാൻഡ് എന്താ വെച്ചാൽ അത് പൊതുസമൂഹം പറയട്ടെ, നമ്മൾ പറഞ്ഞാൽ പ്രശ്നം വേറുള്ളവർ പറയട്ടെ എന്നാണ്. ഈ വേറുള്ളവർ പറയണമെങ്കിൽ ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ചു കൊടുക്കണ്ടേ? ഇവരുണ്ടാക്കുന്ന ഇപ്പോൾ ഈ വന്ദേ മാതരത്തിൻ്റെ പ്രശ്നം, അപ്പോൾ അതിന് എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു എന്ന വിഷയം നമ്മൾ നമ്മുടെ വിശ്വാസവും അതിലുള്ള പ്രശ്നം വെച്ചപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം സംസാരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ഒരു മൂന്നാം കക്ഷിക്ക് ശരിയാട്ടോ ഇവരുടെ വിശ്വാസത്തെ ഇത് ബാധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവരിതിനെ വിമർശിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അവരെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ വിഷയം ഇത് പറയാൻ നമുക്കേ കഴിയുള്ളൂ, അത് അവർക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെ പറ്റി മനസ്സിലായിക്കോളും എന്ന് വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ താടി പ്രശ്നമാക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കണതാ ഈ ISISന് താടിയുണ്ട്, ഇവർക്കും താടിയുണ്ട്, അപ്പോൾ എന്തോ ഒരു ബന്ധമുണ്ട്. നമ്മൾ സൈലൻ്റ് ആയിക്കുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും, അവിടെ ജലദോഷം ബാധിച്ചിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മൾ താടി വെച്ചത് എന്താ, പ്രവാചകൻ്റെ സുന്നത്ത് കിട്ടാൻ വേണ്ടിയാണ്, ഒരിക്കലും എന്തല്ല തീവ്രവാദത്തിൻ്റെ അടയാളമല്ല. കാരണം പ്രവാചകന് താടിയുണ്ടായിരുന്നു, സഹാബത്തിന് താടിയുണ്ടായിരുന്നു, അവരൊന്നും തീവ്രവാദികളായിട്ടില്ല. എന്നാൽ ഈ ISISO അത് ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ അത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ആയുധമാണെന്ന് പറഞ്ഞ് തള്ളിയതാണ്. അപ്പോൾ ആ വിഷയം പറഞ്ഞു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക. അതുപോലെ എഴുത്തിക്കാഫിനെ പറ്റി പറയാം, എന്താ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതുപോലെ എന്തിനാ ഞങ്ങൾ ബാങ്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ബാങ്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ സന്ദേശം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോഴേ മറ്റുള്ളവർക്കും എന്ത് ചെയ്യുള്ളൂ, നമ്മളെ മനസ്സിലാവുള്ളൂ. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. ഒരു വലിയ കുത്തി ഒഴുകി വരുന്നൊരു പുഴയാണ് അവിടുന്ന് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ളൊരു സാധനം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു നീർച്ചാലെങ്കിലും അങ്ങോട്ട് പോകണ്ടേ? ഇതൊന്നും പോകാതെ നമ്മളിങ്ങനെ എല്ലാത്തിനും മൂകസാക്ഷികളായിട്ട് അത് പറഞ്ഞാൽ പ്രശ്നവും മർമ്മവും എന്നും വിചാരിച്ച് നിന്നാൽ അവസാനം ഈ വാതിൽ ടപ്പേന്ന് അടയുമ്പോൾ മൊത്തം ഇരുട്ട് ബാധിക്കും, പിന്നെ ആർക്കും കണ്ണാണില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ മറ്റ് ഇസ്ലാമിക സംഘടനകളോടും മുസ്ലിം നേതൃത്വങ്ങളോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, പൊതുവായി നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നിച്ച് അത് നിൽക്കുന്നുണ്ട്. നിൽക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് വിഷയത്തിൽ നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈയിടെയായിട്ട് അത് പലപ്പോഴും സെലക്റ്റീവായിട്ടാണ് പലപ്പോഴും വരുന്നത്. അത് പറ്റില്ല. പ്രത്യേകിച്ച് ഈ വന്ദേമാതരമൊക്കെ വരുമ്പോൾ അത് നേരിട്ട് ഏകദൈവ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത് പറയുമ്പോഴേ എന്തുള്ളൂ, മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോഴേ അത് കോൺഗ്രസ്സിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് മുസ്ലിം സംഘടനകൾക്കും അതുപോലെ തന്നെ മുസ്ലിം പക്ഷത്തുള്ള സാമുദായിക രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെ നേതാക്കന്മാർക്കൊക്കെ ഈ വിഷയം ഞങ്ങൾക്കൊരു പ്രശ്നമാണ് എന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. അവർ പറയുമ്പോഴേ അത് കോൺഗ്രസ്സിന് മനസ്സിലാവുള്ളൂ, കോൺഗ്രസ്സിന് മനസ്സിലാവുമ്പോഴേ അത് UDFന് മനസ്സിലാവുള്ളൂ, UDFന് മനസ്സിലാവുമ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമ്മളെ പ്രശ്നം നമ്മൾ തന്നെ പറയണം. കരയുന്ന കുട്ടിക്ക് എന്താ ഉണ്ടാവുള്ളൂ, പാലുണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ സൈലൻ്റായി നിന്നാൽ അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും.